ഏവർക്കും നമസ്കാരം. നമ്മളൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു കപ്പങ്ങയാണ്. ഇവിടെയൊക്കെ പറയുന്ന കപ്പങ്ങയെന്ന്, തെക്കോട്ടൊക്കെ പറയുന്ന ഓമയ്ക്കായെന്ന്. ഇതുകൊണ്ട് പല കറികൾ വെക്കും. പപ്പായ എന്നും പറയും. ഇതുകൊണ്ട് പല കറികൾ വെക്കും. തോരൻ വെക്കും, മെഴുക്ക് വരട്ടി വെക്കും, പരിപ്പും ഇതും കൂടെ എരിശ്ശേരി വെക്കും. അങ്ങനെ പല കറികളൊക്കെ വെക്കും. പക്ഷെ ഞാൻ ഇന്ന് അങ്ങനെയുള്ള കറികളല്ല വെക്കുന്നത്. അല്ലല്ല, അത് പറയട്ടെ. അമ്മ കണ്ടുപിടിച്ച കറിയാണ്. ഞാൻ തന്നെ എന്റെ സ്വന്തം ബുദ്ധിയിൽ ഒതുച്ച കറിയാണ്. അമ്മ കണ്ടുപിടിച്ച കറിയാണ്. ഞാനിവിടെ നിന്ന് വെച്ചതാണ്. പക്ഷെ ഇവർക്ക് ആർക്കും അറിയാൻ വയ്യാത്ത കപ്പങ്ങ കൊണ്ട് വേണ്ട കറിയാണ് ഇവർക്ക് കൊടുത്തിട്ട് ആർക്കും അപ്പൊ ഒരു കാര്യമുണ്ട്, ഈ കപ്പളങ്ങ ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ഈ കറി കൊടുത്തു കഴിഞ്ഞാൽ ഇത് കപ്പളങ്ങ ആണെന്നേ ആരും പറയത്തില്ല. അപ്പൊ നമ്മൾ ഈ കപ്പങ്ങ കൊണ്ട് എങ്ങനെ ഒരു കറി ഉണ്ടാക്കുന്നത്? അമ്മയുടെ ബുദ്ധിയിൽ ഉദിച്ച കറി. എന്റെ ബുദ്ധിയിൽ ഉദിച്ച കറിയാണ്. ഇതെല്ലാം എന്റെ ബുദ്ധിയിൽ ഉദിച്ച കറികളാണ് ഞാൻ ഈ വെക്കുന്നത്. അപ്പൊ ഇത് നല്ല അടിപൊളി കറിയാണ്. അപ്പൊ വെറൈറ്റി കറിയാണ്. അപ്പൊ ഈ കപ്പങ്ങ നമുക്കൊന്ന് കീറാം. അപ്പൊ ചിലര് ഇന്നും കപ്പളങ്ങയാണോ എന്ന് ചിലര് പറയൂ. പക്ഷെ ഇത് കൂട്ടിയാൽ ആരും പറയൂല കപ്പങ്ങ ഇത് എന്ന സാധനാന്ന് വിചാരിക്കും അല്ലേ? അപ്പൊ ഇത് കപ്പളങ്ങ ആദ്യം തന്നെ മുറിച്ചു. ഇനി അതിന്റെ അകത്ത് നിന്ന് അരിയൊക്കെ എടുത്ത് കളയണം അല്ലേ? അപ്പൊ അമ്മ വേറെ കറി ഉണ്ടാക്കി ഒരു ചീനച്ചട്ടിക്കകത്തേക്ക് അരിയൊക്കെ സ്പൂണും കൊണ്ട് കോരി എടുക്കുവാണ്. അല്ലേ കൈ മുറിയാൻ്റെ? അതുകൊണ്ടാണോ? ഇതൊരു പ്രത്യേക രീതിയിലാണ് ഇതിന്റെ അരിച്ചിലൊക്കെ. അതുകൊണ്ടാണ് ഇങ്ങനെ അരിയണൊക്കെ എടുക്കണത് അല്ലേ? നമ്മുടെ കപ്പങ്ങ നമ്മൾ ഇതുപോലാണ് കഷ്ണമാക്കുന്നത്. കഴുകി എല്ലാം റെഡിയാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ അല്ലേ? ഇനി ഇത് കഴിവില്ല ഇങ്ങനെ. അതായത് നമ്മുടെ ശരിക്കും പറഞ്ഞോണ്ടല്ലോ നമ്മുടെ കൂട്ടുകറിയുടെ ഒരു പരുവല്ലേ? കൂട്ടുകറിനേക്കാൾ അതിനേക്കാൾ ഇച്ചിരി ചെറുതാ അല്ലേ? ചെറുതാണ്. ആ ഒരു പരുവത്തിൽ കണ്ട് ഇങ്ങനെ കഷ്ണങ്ങളാക്കുവാണ്. ഇതാണ് നമ്മുടെ അരിച്ചില്. കണ്ടില്ലേ? കൂട്ടുകറിയുടെ കഷ്ണത്തെക്കാൾ ചെറുതാണ്, അതിനേക്കാൾ ഇച്ചിരി ചെറുതായത്. അപ്പൊ ഇങ്ങനെ ഒന്നിച്ചൊരു കഷ്ണം പിടിക്കുക, കുറച്ച് കണ്ടില്ലേ? ഇങ്ങനെ അങ്ങ് കുരുകുരാന്നല്ല, ഒത്തിരി കുരുകുരാന്നും അല്ല. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇത് മുഴുവൻ കപ്പളങ്ങ നമുക്ക് ആദ്യം തന്നെ അരിഞ്ഞ് സെറ്റാക്കി എടുക്കാം അല്ലെ? കപ്പളങ്ങ അരിഞ്ഞു കഴിയുമ്പോ പിന്നെ നമുക്ക് അരിയാനുള്ളത് കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി നമുക്ക് അരിയണോ? ഇത് എല്ലാം ഇത് കീറിയത് ഓൾറെഡി അല്ലേ? അത് തന്നെ. ഇത് കണ്ട, ഇത് അമ്മ കൊച്ചുള്ളിയൊക്കെ ഞാൻ വരുന്നതിന് മുമ്പേ പൊളിച്ച് കീറി വെച്ചിരുന്നാണ് കേട്ടോ, വരുമ്പോ തന്നെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് നടുവെ പൊളർന്ന് വെച്ചിട്ടുള്ളതാണ്, പിളർന്ന് വെച്ചിട്ടുള്ളതാണ് അല്ലേ? അത് തന്നെ. പിന്നെ എത്ര തേങ്ങയും കൂടെ തേങ്ങ ഇടുവാണ് ഇതിനകത്ത്. ഇതെങ്ങനെ ഇടുന്നത്? ഇത് കണ്ട, ഇത് നമ്മള് ഇതിനൊക്കെ ഇടുന്ന പോലെ അല്ലേ? കടലയ്ക്ക് ചെറുതായിട്ട്. കടലയ്ക്ക് ചെറുതായിട്ട്. കടലയ്ക്ക് ഇച്ചിരി നീളത്തിലല്ലേ ഇടുന്നല്ലേ? ഇത് ചെറുതാണ്. അപ്പൊ എല്ലാ കഷ്ണത്തിന്റെ ഒരു സൈസ് ഏതാണ്ട് ഒരുപോലെ വരും അല്ലെ? അപ്പൊ ഇത് ഇത്രയാണ് നമ്മുടെ കഷ്ണങ്ങൾ, ഇത്രയാണുള്ളത് അല്ലെ? ഇത്രയും കഷ്ണങ്ങൾ നമുക്ക് എല്ലാം സെറ്റാക്കി വെക്കാം. അങ്ങനെ നമ്മളിത് തേങ്ങായും ഉള്ളിയും നമ്മുടെ കപ്പളങ്ങയും നമ്മളിത് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ കുക്കിങ്ങിലേക്ക് അങ്ങ് പോകാം അല്ലേ? ഉരുളി അടുപ്പ് വെച്ചിട്ടുണ്ട്, നമ്മൾ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എന്താണ് കടുകിടാൻ പോകുന്നതിലേക്ക് അല്ലെ? അത് നമ്മൾ കറിവേപ്പില ഇട്ട് പിന്നെ അതിന് 3-4 വറ്റൽമുളക് കൂടെ മുറിച്ചിടുക. അപ്പൊ നമ്മളിനി ഈ കഷ്ണമാക്കി വെച്ചേക്കുന്ന ചുമന്നുള്ളിയും തേങ്ങയും കൂടി എണ്ണയ്ക്കകത്തോട്ട് ഇടുക. ഇത് സ്പെഷ്യൽ കറിയാണെങ്കിലും നല്ല എളുപ്പം ഉണ്ടാക്കാനായിട്ട് അല്ലേ? ഒത്തിരി അങ്ങ് വരലുണ്ട്. ഉള്ളിയെല്ലാം നല്ലവണ്ണം വാടണം. ഒരു ഗ്ലാസി ടൈപ്പിലേക്ക് വന്ന രീതിയിൽ അല്ലേ? അതായത് ബ്രൗൺ കളർ ആവണ്ട, അതിന് മുമ്പ് നമ്മളിത് എടുക്കണം. അപ്പൊ നമുക്ക് നന്നായിട്ട് ആദ്യം വഴറ്റാൻ നന്നായിട്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ല, ഈ ഒരു പരുവം വരെയാണ് നമ്മുടെ കൊച്ചുള്ളിയും നമ്മുടെ തേങ്ങാക്കൊത്തും വഴറ്റുന്നത്. കണ്ട, ഈ ഒരു ഗ്ലാസ് ഫീലിലേക്ക് വരുന്ന ഇത്രയും. ഇത് ബ്രൗൺ കളറിലേക്ക് ആയില്ല. ഇനി ഇതിനകത്തേക്ക് എന്താ ചെയ്യാൻ? കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുവാണ് നമ്മള്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 1/4 ടീസ്പൂണിൽ ഇച്ചിരി കൂടുതലുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി അല്ലേ? എന്നാ 1/2 ടീസ്പൂൺ ഇട്ട് ഇല്ല എന്തായാലും. അതിന് രണ്ടിനും ഇടയ്ക്കുള്ള അത്രയും മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും 1 സ്പൂൺ മല്ലിപ്പൊടി. 1 സ്പൂൺ നിറച്ചുണ്ട് കേട്ടോ. ഇത് ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ ആണ്. 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇടാൻ പോകുന്നത് പിരിയമുളക് പൊടി, കാശ്മീരി മുളക് പൊടി. അതും 1 ടീസ്പൂൺ നിറച്ചുണ്ട് കേട്ടോ. 1 സ്പൂൺ അല്ല, വീണ്ടും അതിന്റെ കൂടെ പകുതിയും കൂടെ ഇട്ടു. 1 സ്പൂൺ നിറച്ചും പിന്നെ ഒരു പകുതിയും കൂടെ അല്ലേ? നമുക്ക് എല്ലാം കൂടെ ഒന്ന് വരട്ടാം. ശരിക്കും 1.25 ടീസ്പൂൺ ഉണ്ട് മുളക് പൊടി അല്ലെ? ഇത് നന്നായിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്തു. നന്നായിട്ട് ഒത്തിരി മൂക്കൊന്നും വേണ്ട അല്ലേ? ഒന്ന് ചുമക്കണം. ഓക്കെ. അപ്പൊ അത് നന്നായിട്ട് ഞാൻ കട്ട് ചെയ്യാൻ കേട്ടോ കാണിക്കുന്നത്. എന്തോരം മൂക്കണം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്യുന്നില്ല. കട്ട് ചെയ്യാണ്ട് നമുക്ക് കാണാം. അപ്പൊ ആ ഒരു ടൈമിങ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ്
ഇത്രേ ഉള്ളൂ കേട്ടോ, ഇത്രയും മാത്രം മതി. ഇനി എന്താ ചെയ്യണേ? നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന കപ്പളങ്ങ ഇനിയാണ് നമ്മളുടെ മെയിൻ സാധനമായിട്ടുള്ള നമ്മുടെ ഈ ഒരു കപ്പളങ്ങ നമ്മൾ ഇടാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മുടെ മെയിൻ സാധനമായ കപ്പളങ്ങ നമ്മൾ ഇനി ഇതിലേക്ക് നമ്മൾ അങ്ങ് ഇടാൻ പോകുന്നു. കപ്പളങ്ങത് ഇട്ട് കൊടുത്തു. ഇനി എന്താ പറ്റുക? നമ്മൾ ആവശ്യത്തിന് ഉപ്പ്. ഞാൻ പറയാൻ വരും, ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ എന്ന് പറയാൻ വരും. ഞാൻ മറന്നു പോകില്ല. അപ്പോഴത്തേക്ക് ഉപ്പ് ചേർക്കാൻ പോവാണ്. ഇപ്പോഴാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ഇത്ര ഉപ്പ് ചേർത്ത് കൊടുത്തു. ഉപ്പ് അവരവന്റെ ആവശ്യത്തിന് ഇനി ഇത് ഇളക്കി മിക്സ് ചെയ്യുക. ഇത്രയല്ല കേട്ടോ ഈ കറിയിലുള്ള, ഇതിനകത്ത് പല സീക്രട്ട് സാധനങ്ങളും വരാൻ പോകുന്നേ ഉള്ളൂ അല്ലെ. ഭയങ്കര ഇത് രുചിനെ നമ്മള് ഭയങ്കരമായിട്ട് രുചിനെ ഹൈലൈറ്റ് ചെയ്യുന്ന കുറെ സാധനങ്ങൾ ഇതിനകത്ത് ചേർക്കാനുണ്ട്. ആ സാധനങ്ങളൊക്കെ ഇപ്പൊ തന്നെ ഇതിനകത്തേക്ക് ചേർക്കുമ്പോഴാണ് ഇത് ഒരിക്കലും കപ്പളങ്ങയാണെന്ന് ആരും പറയത്തില്ല. അതാണ് അമ്മ ഇവർക്ക് എല്ലാവർക്കും കൊണ്ട് കൊടുത്തു ഈ കറി ഉണ്ടാക്കിയിട്ട് അല്ലെ. ആർക്കും അറിയത്തില്ല അത് കപ്പളങ്ങയാണ്. എന്ത് സാധനം എല്ലാവരും അന്വേഷിച്ചോണ്ടിരിക്കുക. എന്നാ ഉരുളക്കിഴങ്ങിന്റെ ഫീൽ അല്ലേ എന്തായാലും അല്ലേ. അപ്പൊ നോക്കിക്കോണെങ്കിൽ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുവാണ് അമ്മ. ഇനി എത്ര നേരം? ഒത്തിരി നേരം ഇങ്ങനെ വഴറ്റണോ? അപ്പൊ കുറച്ചു നേരം നമ്മൾ ഇളക്കിയതിനു ശേഷം ബാക്കി നമുക്ക് കാണാം കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 5 മിനിറ്റ് നമ്മൾ ഇതൊന്ന് ഇളക്കിയിട്ട് 5 മിനിറ്റോളം നമ്മൾ ഇങ്ങനെ ഇട്ട് വെച്ചേക്കും അല്ല, ഇങ്ങനെ ഇളക്കി ഒരു 5 മിനിറ്റ് നമ്മൾ ഇത് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് നമ്മുടെ കപ്പളങ്ങ അല്ലെ. കാരണം ഇത് അത്യാവശ്യം വലിപ്പമുള്ള ചെറിയൊരു ക്യൂബ് ടൈപ്പ് ആണല്ലോ, അതുകൊണ്ട് 5 മിനിറ്റ് ഇളക്കി. ഇനി നമ്മൾ മസാലപ്പൊടി ഗരം മസാലപ്പൊടിയാണ് കേട്ടോ. ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ഗരം മസാലയാണ്. അപ്പൊ ഇൻഗ്രീഡിയൻസ് തീർന്നിട്ടില്ല കേട്ടോ, ഇനിയുണ്ട് പല പല സാധനങ്ങൾ ഇതിനകത്ത് ചേർക്കാനായിട്ട്. അപ്പൊ നമ്മുടെ പട്ടയും ഗ്രാമ്പു ഏലക്ക എല്ലാം കൂടെ നമ്മൾ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിക്കത്തില്ല, അതെല്ലാം കൂടെ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കി പൊടിച്ചിട്ടുള്ള നമ്മുടെ ഗരം മസാലയാണ് കേട്ടോ ഇനി ഇത്. അപ്പൊ ഇനി ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് മറ്റൊരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആണ്. ആ ഇൻഗ്രീഡിയന്റ് ഇത് ഞാൻ നിങ്ങളെ ടിന്നിന്റെ അകത്ത് ഇരിക്കുന്ന ഇൻഗ്രീഡിയന്റ് ആണോ എന്ന് കാണിച്ചു തരാം കേട്ടോ ആദ്യം. ഇതാണ് സംഭവം. കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ശർക്കരയാണോ എന്ന് വിചാരിക്കും. പക്ഷെ ഇത് ശർക്കരയല്ല, തേങ്ങ വറുത്തരച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് വർഷങ്ങളോടല്ല, ഒരു 6 മാസമൊക്കെ ഇങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും അല്ലെ. പുറത്താണെങ്കിൽ ഒരു 2 ആഴ്ചയൊക്കെ പുറത്ത് വറുത്ത് വെക്കാൻ പറ്റും. 2 ആഴ്ച ഇരിക്കുമോ? 2 ആഴ്ച പുറത്ത് വെക്കാൻ പറ്റും. അപ്പൊ ഇതിങ്ങനെ നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് ഇങ്ങനെ വറുത്ത അരച്ച് വെച്ച ഒരു മിക്സ് ആണ്. ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമ്മുടെ വീഡിയോയിൽ കിടപ്പുണ്ട്. നമുക്ക് വറുത്തരക്കറി ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നമുക്ക് 2 സ്പൂൺ അങ്ങോട്ട് ഇടാം. എപ്പോ വേണേലും ഇത് കറി വെക്കാനായിട്ട് ഇടാം. അല്ലെങ്കിൽ നമ്മൾ തേങ്ങ വറുത്ത് അരക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നേരത്തെ വരുന്നതിന് മുമ്പ് വറുത്തരച്ച് വെച്ചതാ. ഇത് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആണ്. ഇത് പല കറികൾക്ക് ഈ സാധനം ഉപയോഗിക്കും. നിങ്ങളിത് ഉണ്ടാക്കി വെച്ചോട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പൊ ഇതുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് ആക്കാൻ പറ്റും പല കറികളും. അപ്പൊ ഈ സാധനം ചേർത്തു. ഇനി ഇതും കൂടെ ചേർത്തിട്ടാണ് ഇനി നമ്മുടെ ഇളക്ക് അല്ലെ. അപ്പൊ ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതല്ലേ. അപ്പൊ ഇളക്കി വഴറ്റി നമ്മൾ എടുത്തുകൊണ്ടിരിക്കുവാണ്. അപ്പൊ നോക്കിയ കളറൊക്കെ കണ്ട അരപ്പി ചെന്നപ്പോഴത്തേക്ക് മാറ്റം വന്നില്ലേ. അപ്പൊ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി നമ്മളുണ്ടല്ലോ ഒരല്പം വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകും കേട്ടോ. ഇന്നാണ് ഇത് തേങ്ങ നമ്മൾ അരച്ച് വറുത്തെടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മിക്സി കഴുകിയ വെള്ളമാണ് കേട്ടോ ഇത്. അപ്പൊ ഞാനിവിടെ ഇല്ലായിരുന്നു. അപ്പൊ അമ്മ മിക്സി കഴുകിയ വെള്ളം ഒരു ടിന്നിന്റെ അകത്ത് ഒഴിച്ച് ഇവിടെ വെച്ചിരുന്ന, ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരുന്നത് അല്ലേ. കാരണം ഇന്ന് വൈകുന്നേരമാണ് കേട്ടോ ഇത് വറുത്തരച്ച്. അല്ലെങ്കിൽ ആ വെള്ളം അങ്ങനെ വെച്ചേക്കാൻ കൊള്ളത്തില്ല, അത് ചീഞ്ഞ് കേടായി പോകും. അത് ദിവസങ്ങളോടൊന്നും വെക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് 2 കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇടാം. അപ്പൊ ഞാനിങ്ങനെ പറയണോണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് അമ്മയ്ക്ക് തീരെ സംസാരിക്കാനായിട്ട് വയ്യ അല്ലേ. അപ്പൊ നമുക്ക് അടച്ചു വെക്കാം. തീ കുറച്ചൊന്ന് അടച്ചു വെച്ചു. തീ കുറച്ച് സിമ്മിലിടണം അല്ലേ. സിമ്മിലിട്ടിട്ട് നമ്മൾ അടച്ചു വെച്ചേക്കുവാണ്. കുറച്ച് സമയം ഇങ്ങനെ ഇതിരിക്കട്ടെ. അപ്പൊ നമുക്കിത് അടപ്പൊന്ന് പൊക്കി നോക്കാം നമ്മള് വെന്തോന്ന്. നല്ല കുഴമ്പൻ ഭാഗമായി. അത് കുഴമ്പൻ കുറുകം അല്ലേ. അപ്പൊ ഒരു 6-7 മിനിറ്റ് നമ്മള് ഇങ്ങനെ വെച്ചിരുന്നു തീയിൽ അല്ലേ. ചെറുതീയാ വെച്ചിരുന്നത്. അപ്പൊ അത്രയും സമയം ഇരുന്നപ്പോഴത്തേക്കും കണ്ട ഇത് ഈ ഒരു പരുവത്തില് ഒരു ബീഫ് കറിയൊക്കെ ഇരിക്കണ പോലെ തോന്നും കണ്ടു കഴിഞ്ഞല്ലേ. ഇപ്പൊ ഈ ഒരു സമയത്ത് കഴിച്ച ആർക്കും മനസ്സിലാവത്തില്ല ഇത് എന്താണ് സാധനം, ആർക്കും മനസ്സിലാവത്തില്ല. ഇനി എന്താ ചെയ്യുന്നത്? നമ്മൾ വാങ്ങി ഇത്രേ ഉള്ളു പരിപാടി. ഇത്രയും ചെയ്താൽ മാത്രം മതി. അപ്പൊ എന്ത് സിമ്പിൾ ആണെന്ന് നോക്കണേ. ഞാൻ കോരി കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. ഇത് കണ്ടോ ഇങ്ങനെ ഇരിക്കും. അടിപൊളി സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കറിയാണിത്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. കപ്പളങ്ങ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ കിട്ടുന്നതാണ്. പക്ഷെ കപ്പളങ്ങ
നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും മടുപ്പായിരിക്കും. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ വെറൈറ്റി കറി അല്ലേ, ഈ വെറൈറ്റി കറി നിങ്ങൾ എന്തായാലും ഉണ്ടാക്കിക്കോ, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് അതുപോലെ നമ്മള് ഉള്ളിയും തേങ്ങയും ഒക്കെ നമ്മൾ വരട്ടി കണ്ട ഇറച്ചിക്കറിയാന്ന് മാത്രമേ പറയുള്ളൂ. കണ്ടാൽ ആ മണവും ഒക്കെ ഒരു ഇറച്ചിക്കറിയുടെ ഒരു ഇതാണ്. അപ്പൊ നമ്മുടെ ഈ വെറൈറ്റി കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ലൈക്കും കമന്റും ഒന്നും മറക്കുകയും ചെയ്ത് അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതിന്റെ രുചി. കാരണം അമ്മ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചല്ലേ, അത്ര കഷ്ടപ്പാടൊന്നും ഇല്ലായിരുന്നു. കഷ്ടപ്പാടൊന്നുമില്ല. ഇപ്പൊ രണ്ടാമത്തെ കറിയാണ് ഞാൻ ഇവിടെ വെക്കുന്നത്. ആദ്യം വെച്ചുകൊണ്ടിരുന്നവർക്ക് ആർക്കും അറിയാൻ വരുന്നത് എന്നതാണെന്ന് ഇവിടെ ഞാൻ തന്നെ പറഞ്ഞു. അപ്പൊ ആ നല്ല അടിപൊളി കറിയാണ്, നിങ്ങളൊന്ന് വെച്ച് നോക്കുക, നിങ്ങൾ കഴിക്കുക. നിങ്ങൾ കാണിക്കട്ടെ കറി കണ്ടോ, സൂപ്പർ കണ്ടിട്ട് ഇരിക്കണം. കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. നല്ല നോൺ വെജ് കറി പോലെ ആൾക്കാർക്ക് തോന്നും കേട്ടോ കണ്ടു കഴിയുമ്പോൾ. ടേസ്റ്റും അതുപോലെ തന്നെയാണ്, നോൺ വെജിന്റെ അതുപോലെയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കറി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.